മുന്നോടിയായി വന്ദേ മാതരം പൂർണ്ണമായും ആലപിക്കാത്തതിൽ പ്രതിഷേധവുമായി വി മുരളീധരൻ MLA രംഗത്തെത്തിയിരിക്കുകയാണ്. ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികളിൽ ദേശീയ ഗീതമായ വന്ദേ മാതരം മുഴുവൻ ആലപിക്കണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശമുണ്ടായിട്ടും നിയമസഭയിൽ അത് പാലിക്കപ്പെട്ടില്ല. ഇത് ലോക് ഭവനോടും ബഹുമാനപ്പെട്ട ഗവർണറോടുമുള്ള അവഹേളനമാണ്. 150-ാം വാർഷികം ആഘോഷിക്കുന്ന ദേശീയ ഗീതവും അപമാനിക്കപ്പെട്ടു. ജമാഅത്തെ ഇസ്ലാമിക്കും CPM-നും വഴങ്ങുകയാണ് VD സതീശൻ സർക്കാർ എന്ന് വ്യക്തമെന്നും വി മുരളീധരൻ MLA പ്രതികരിച്ചു. ദേശീയ ഗീതം മതനിരപേക്ഷതയ്ക്ക് നിരക്കാത്തത് എന്ന വാദം സർക്കാർ അംഗീകരിക്കുന്നുവെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. 1896-ൽ കോൺഗ്രസ് ദേശീയ സമ്മേളനത്തിൽ ആദ്യമായി ആലപിച്ച വന്ദേ മാതരത്തോട് എന്നു മുതലാണ് കോൺഗ്രസിന് അയിത്തം തുടങ്ങിയതെന്ന് VD സതീശൻ വ്യക്തമാക്കണം. ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുവെന്ന് വി മുരളീധരൻ MLA വിശദമാക്കി. നേരത്തെ VD സതീശൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം മുഴുവൻ ആലപിച്ചതിൽ പ്രതിപക്ഷ നേതാക്കൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയതായി ചുമതലയേറ്റ UDF സർക്കാരിന്റെ നയപ്രഖ്യാപന ചടങ്ങിൽ തുടങ്ങുന്നതിന് മുൻപും അവസാനിച്ചതിന് ശേഷവും വന്ദേ മാതരം മുഴുവൻ വായിച്ചിരുന്നില്ല. 2 തവണയും ഭാഗികമായി മാത്രമേ വന്ദേ മാതരം ബാൻഡിൽ വായിച്ചുള്ളൂ. വന്ദേ മാതരം മുഴുവൻ വായിക്കേണ്ടത് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. മാത്രമല്ല, നിയമസഭാ നടപടികൾക്ക് മുന്നോടിയായി നടന്ന നയപ്രഖ്യാപന പ്രസംഗത്തിന് മുന്നോടിയായി വന്ദേ മാതരം പൂർണ്ണമായും ആലപിക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കിയിരിക്കുകയാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. വന്ദേ മാതരം മുഴുവൻ പാടേണ്ടതായിരുന്നു എന്നാണ് ഗവർണർ പ്രതികരിച്ചത്. എന്തുകൊണ്ടുണ്ടായില്ല എന്ന് സ്പീക്കറോട് ചോദിച്ച ഗവർണർ സംഭവത്തിലെ അതൃപ്തി മറച്ചുവെച്ചില്ല. വന്ദേ മാതരം പൂർണ്ണമായും ആലപിക്കണമെന്ന് ലോക് ഭവൻ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ അതുപോലെയല്ല പാടിയത്. വിഷയത്തിൽ വിശദീകരണം തേടണോ എന്ന് തീരുമാനിച്ചില്ല. ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ മുഴുവൻ പാടണമെന്നിരിക്കെയാണ് പൂർണ്ണമായും പാടാത്തതെന്നും ഗവർണർ പ്രതികരിച്ചത്. വിഷയത്തിൽ സർക്കാർ എന്ത് തുടർ നടപടി എടുക്കുമെന്ന് നോക്കുമെന്നും നടന്നത് പ്രോട്ടോകോൾ ലംഘനമെന്നും ഗവർണർ വിശദമാക്കിയത്. അതേസമയം പശ്ചിമ ബംഗാൾ മദ്രസകളിൽ വന്ദേ മാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കാനുള്ള ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ തീരുമാനം പുതിയ രാഷ്ട്രീയ സാമൂഹ്യ വിവാദങ്ങൾക്ക് തിരികൊളുത്തി. പശ്ചിമ ബംഗാൾ സർക്കാർ ഉത്തരവ് പ്രകാരം മദ്രസകൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ദേശീയഗാനം ആലപിക്കുന്നത് നിർബന്ധമാക്കിയിരുന്നു. സംസ്ഥാന സർക്കാർ തീരുമാനത്തെ ന്യായീകരിച്ചിട്ടും നിരവധി അക്കാദമിക് വിദഗ്ധരുടെയും മത നേതാക്കളുടെയും രാഷ്ട്രീയ ക്യാമ്പുകളുടെയും പ്രതികരണങ്ങൾ നിർദ്ദേശത്തെക്കുറിച്ച് വ്യക്തമായ അഭിപ്രായ വ്യത്യാസം എടുത്തു കാണിക്കുന്നു. വന്ദേ മാതരം വെറുമൊരു ഗാനമല്ലെന്നും ദേശീയ ഏകീകരണം കൂടുതൽ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ദേശീയ ബോധത്തിന്റെയും രാജ്യത്തോടുള്ള ആദരവിന്റെയും പ്രതീകമാണെന്നും ഭരണകൂടം വാദിക്കുന്നു. എന്നിരുന്നാലും മതപരമായ വികാരങ്ങളുടെ വിഷയം അവഗണിച്ച് ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഹുഗ്ലിയിലെ ഫുൾഫുറ ഷെരീഫിൽ നിന്നുള്ള പ്രമുഖ മതനേതാവ് പിർസാദ തോഹ സിദ്ദിഖി സർക്കാർ തീരുമാനത്തെ ചോദ്യം ചെയ്തു. വന്ദേ മാതരം ആലപിക്കുന്നത് ഒരു കുറ്റമല്ലെന്നും അത് പാടാതിരിക്കുന്നതുമല്ലെന്നും പ്രസ്താവിച്ചു. ആരെയും നിർബന്ധിച്ച് പാടാൻ ഭരണഘടന അനുശാസിക്കുന്നില്ല. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. എല്ലാവർക്കും അവരുടേതായ ആചാരങ്ങളും വിശ്വാസങ്ങളുമുണ്ട്. സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടത് തങ്ങളുടെ കടമയാണെന്ന് കിഴക്കൻ ബർദ്വാർ ജില്ലയിലെ ഓർഗ്രാം ചതുസ്പള്ളി ഹൈ മദ്രസയിലെ ഹെഡ്മാസ്റ്റർ ഷെയ്ഖ് അബ്ദുൾ അലീം പറഞ്ഞു. എന്നിരുന്നാലും വേനൽക്കാല അവധിക്ക് ശേഷം സ്കൂൾ വീണ്ടും തുറന്നാൽ അധ്യാപകരുടെയും രക്ഷിതാക്കളുമായും കൂടിയാലോചിച്ചതിനു ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കൂ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.